ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നേരം AFK ഒക്കെ നിന്ന് 23 ലെവലൊക്കെ ആയി. അങ്ങനെ ഇവിടെ പൊട്ടാറ്റോ ഒക്കെ വളർന്നായിരുന്നു. നമ്മളതൊക്കെ എടുത്തിട്ട് വില്ലേജറിനെ കൊടുത്തു. പക്ഷെ എന്നിട്ടും എന്താണെന്ന് അറിയില്ല, ഈ വില്ലേജർ ബ്രീഡ് ആവണില്ല. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ പോവാ. ഓഫ് ക്യാമറയിൽ നമ്മൾ അത് മൊത്തം പൊളിച്ചിട്ട് അവിടെ വേറെ പുതിയ, അതായത് ഞാൻ വേറെ ട്യൂട്ടോറിയൽസ് നോക്കിയിട്ട് ഞാൻ വേറെ ഉണ്ടാക്കണമായിരിക്കും. ഇതാ കാണുന്നതാണ് നമ്മുടെ വില്ലേജ് ബ്രീഡർ. അപ്പോൾ അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. ഞാൻ 1.21.3 അല്ലേ, അപ്പോൾ പുതിയ വില്ലും ഇത് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അതൊന്നുമല്ല, ഒരു സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കലാണ്. അപ്പോൾ സ്റ്റോൺ ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോബിൾ സ്റ്റോൺ ജനറേറ്റർ അല്ല, സ്റ്റോൺ ജനറേറ്റർ. അതായത് നമുക്കിപ്പോൾ കോബിൾ സ്റ്റോണേ കിട്ടുള്ളൂ, കാരണം സ്റ്റോൺ വേണമെങ്കിൽ നമ്മൾ സ്മെൽറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ സിൽക്ക് ടച്ച് ഇല്ല. അപ്പോൾ തൽക്കാലം നമ്മൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാകണം. അതാകുമ്പോൾ സിൽക്ക് ടച്ച് കിട്ടിയിട്ട് സ്റ്റോൺ വേണമെങ്കിൽ പ്രത്യേകിച്ച് ഇനി സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്റ്റോൺ ജനറേറ്റർ ആണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കണ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മൾ അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി ആദ്യം നമ്മളൊരു കുറച്ച് 8 ചെസ്റ്റ് എടുക്കണം. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഇവിടെ എടുക്കണ 1 2 അങ്ങനെ ഇങ്ങനെ വെച്ച് പോകണം. അതിനെ 4 എണ്ണം, കണ്ടോ, 4 ഡബിൾ ചെസ്റ്റ് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇനി നമ്മുടെ ഹോപ്പർ എടുക്കണം. ഹോപ്പർ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ അങ്ങനെ വെച്ച് കൊടുക്കണം. അതായത് ഓരോ ചെസ്റ്റിലോട്ട് ഹോപ്പർ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. നമ്മളിവിടെ ഡീപ്പ് സ്ലേറ്റിൻ്റെ ടൈൽസ് എടുത്തിരിക്കണേ. നമ്മളന്ന് അവിടെ അടിയിൽ മൈൻ ചെയ്തപ്പോൾ കുറേ കിട്ടിയായിരുന്നു. ഓക്കെ, ബിൽഡിംഗ് ബ്ലോക്സ് എടുക്കുമ്പോൾ കത്താത്ത ടൈപ്പ് എടുക്കണം, അതായത് വുഡിൻ്റെ ഒന്നും എടുക്കരുത്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക ചുറ്റും ഒന്ന്. എന്നിട്ട് ഒരു ലെയറും കൂടെ ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ ചുറ്റും ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ മറ്റേ സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ സ്റ്റേഴ്സ് എടുത്തിട്ട് ഓരോ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് ഓരോ ഓരോ ചെസ്റ്റിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതേപോലെ ഇരിക്കും. എന്നിട്ട് നമ്മുടെ വെള്ളം എടുത്തിട്ട് ഇവിടെ ഒന്ന്, അടുത്തെടുത്തിട്ട് ഇവിടെ ഒന്ന്, എന്നിട്ട് ഇങ്ങനെ അതിന് ഫുള്ള് വാട്ടർ ലോഗിയാണ് എല്ലാ സ്റ്റെയറും. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെയറും കൂടി ഇങ്ങനെ എടുക്കണം. 1 2 3 ഇങ്ങനെ ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒരു ലെയറും കൂടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക ചുറ്റും, ഇങ്ങനെ ഇരിക്കും. ഇനി നമ്മൾ ലാവ എടുക്കണം. ഞാൻ ലാവ എടുക്കാൻ വന്നു. ഓക്കെ, ഇനി ഇത് ഇങ്ങനെ മേളിലോട്ട് കയറുക. ഓക്കെ, ഇനി കറക്റ്റ് നടുക്കായിട്ട് ഒഴിക്കണേ നല്ലത്. അതാവുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ആയിക്കോളും. ഈ സൈഡിലൊന്നും ഒഴിക്കാതെ നടുക്ക് ഒഴിക്കാൻ നല്ലത്. പിന്നെ ഇത് 4 ബ്ലോക്ക് ആയതുകൊണ്ട് നടുവൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ സെൻറ്ററത്തെ 2 ബ്ലോക്കിൽ ഏതെങ്കിലും ഒഴിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ നടുഭാഗം ഇല്ലേ, ഏത് സൈഡാണോ നിങ്ങൾ എടുക്കണേ ആ സൈഡിൽ നടുഭാഗം. ദെൻ ഇവിടെ ആണെങ്കിൽ ഇവിടെ, കണ്ടോ, ഈ നടുഭാഗം. ഞാൻ ഇപ്പോൾ എന്തായാലും അവിടെ എടുക്കണത്. ഇവിടെ എടുക്കണോ, ഇവിടെ വെച്ച് സ്ഥലം കുറവാണ്ട് ഇവിടെ എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇങ്ങനെ നടുഭാഗം ഒന്ന് കുഴിച്ച് നോക്കിയിട്ടുണ്ട്, കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്റ്റോൺ കാണില്ലേ, ഈ സ്റ്റോണാണ് നമ്മൾ മൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള സൈൻ ബോർഡ് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും സൈഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ എഴുതി കൊടുക്കാതിരിക്കുകയോ ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ AFK നിൽക്കാനുള്ള സ്ഥലം, അതായത് നമ്മൾ AFK നിൽക്കുമ്പോൾ രാത്രി ആയി കഴിഞ്ഞാൽ മോബ്സ് വരുമല്ലോ. അപ്പോൾ AFK നിൽക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം സ്ഥലം ഉണ്ടാക്കുക, ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് AFK ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ അടച്ചാൽ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മൈൻ ചെയ്തുകൊണ്ടിരുന്നാൽ മതി, കണ്ടോ. ഒന്ന് തീരുമ്പോഴത്തേക്ക് അടുത്ത് വരും. എന്നിട്ട് നമ്മൾ ഈ മൈൻ ചെയ്യണൊക്കെ ഇതാ ഇവിടെ വന്ന് ഇങ്ങനെ നല്ല രസമായി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ AFK നിൽക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇതിങ്ങനെ നെക്കി പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നെക്കി പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം തന്നെ F3+T അടിക്കുക. അതുപോലെ ഇങ്ങനെ ലോഡാവും F3+T അടിക്കുമ്പോൾ.
ഈ ലോഡായിട്ട് തുറക്കുമ്പോൾ കണ്ടോ, ഇതിങ്ങനെ ഞാൻ ഇപ്പം മൗസിൽ തൊടുന്നതേ ഇല്ല, തന്നെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ AFK നിൽക്കുമ്പോൾ ഇതിങ്ങനെ ആയിട്ട് ഒരു പിക്കാക്സ് എത്ര നേരം കൊണ്ട് പൊട്ടുന്നെന്ന് നോക്കുക. അതായത് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റോൺ പിക്കാക്സ് ആണ്, അപ്പോൾ ഇത് എത്ര നേരം എടുക്കും പൊട്ടാൻ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ 5 മിനിറ്റ്, എന്നിട്ട് നമ്മൾ AFK ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് വരിക. ഈ പിക്കാക്സ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത പിക്കാക്സിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്താൽ മതി, ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇത് മാറ്റണമെങ്കിൽ വെറുതെ റൈറ്റ് ക്ലിക്കോ വല്ലതും ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, നിന്ന് വെറുതെ നെക്കി കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ ഇതാ ഇഷ്ടം പോലെ വരും. കണ്ടോ, ഓക്കെ. അപ്പോൾ സിമ്പിളാണ്. അപ്പോൾ ഇത് മതി. അപ്പോൾ ഇനി ഞാൻ കുറച്ച് നേരം ഒന്ന് ഇതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ ഓൾറെഡി പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇവിടെ അടയ്ക്കാൻ വേണ്ടിയിട്ട് വഴിയുണ്ട്. ഇങ്ങനെ കുറച്ച് സാൻഡ് എടുത്തേക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തേക്കാം. എന്നിട്ട് നമ്മളിതാ ഇവിടെ ഇങ്ങനെ അടച്ചു കൊടുത്തേക്കാം. ആവശ്യം കഴിയുമ്പോൾ ഇങ്ങനെ പൊട്ടിച്ച് പുറത്തോട്ട് വന്നാൽ പോരെ. ഓക്കെ, വാതിൽ വെക്കാം. പിന്നെ ഞാൻ ഹാർഡിലായതുകൊണ്ട് ചിലപ്പോൾ സോംബിയൊക്കെ വാതിൽ പൊട്ടിക്കും. അല്ലെങ്കിൽ പിന്നെ അയൺ ഡോറൊക്കെ വെക്കണം. പിന്നെ അതൊന്നും വെക്കണില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ടോർച്ച് വെച്ചെടുക്കുക. കണ്ടിത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ കുറച്ച് നേരം നിന്നിട്ട് വരാം.